ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ HSST-യുടെ വിവിധ വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷനുകൾ ഉടൻ തന്നെ വരും എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ 31-ന് വരുന്ന പുതിയ സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷനുകളുടെ കൂട്ടത്തിൽ 10ഓളം വിഷയങ്ങൾ, അതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട് തുടങ്ങിയ 10ഓളം വിഷയങ്ങളിൽ HSST നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതും ജൂനിയർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറി ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് 2025 അവസാനം നിങ്ങൾക്ക് മുന്നിൽ PSC വെക്കുന്നത്. ഏജ് ഓവറൊക്കെ ആയി പോകും എന്ന് പേടിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്കും ഈ നോട്ടിഫിക്കേഷൻസ് കൃത്യം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2026 ഒരു പുതിയ വർഷം നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ ചേഞ്ച് വരുത്തുന്ന വർഷമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ഇതിനുവേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ജൂനിയർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേക്കൻസികൾ ഒരുപാട് വരും. അപ്പോൾ ഈ ഒരു അവസരം ഇനി മിസ്സാക്കരുത്. പ്രത്യേകിച്ചും HSST ഫിസിക്സിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ 31-ാം തീയതി തന്നെ വരുന്നുണ്ട്. I+ ഒരുപാട് പേര് ഈ ഫിസിക്സ് ബാച്ചിൽ S50 ഉൾപ്പെടെയുള്ള ബാച്ചുകൾ അതുൽ സാറിന്റെ ഡയറക്റ്റ് മെന്ററിംഗിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പുതിയൊരു സ്പെഷ്യൽ ബാച്ചിലേക്ക് കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കറക്റ്റായിട്ട് എങ്ങനെയാണ് ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. HSST ഇംഗ്ലീഷ് ആണെങ്കിലും HSST കെമിസ്ട്രി ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഈ വർഷം NBT കെമിസ്ട്രിയുടെ വന്നിട്ടുണ്ട്. അതുപോലെ HSST ഇംഗ്ലീഷ് ഇപ്പോഴേ വരുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഒക്കെ ഒന്നും പേടിക്കേണ്ട, വരുന്നുണ്ട്. അതുപോലെ തന്നെ HSST മാത്തമാറ്റിക്സ്, ഒരുപാട് പേര് കാത്തിരിക്കുന്ന മറ്റൊരു പരീക്ഷയാണ് HSST മാത്തമാറ്റിക്സ്. അതുപോലെ തന്നെ HSST എക്കണോമിക്സ്. ഈ ബാച്ചുകൾക്കൊക്കെ I+ന്റെ സ്പെഷ്യൽ ബാച്ചുകളുണ്ട്. ഫിസിക്സ് ആകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, മാത്തമാറ്റിക്സ് ആകട്ടെ, എക്കണോമിക്സ് ആകട്ടെ. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ക്രിസ്മസ് ഓഫർ ഉൾപ്പെടെ നിങ്ങൾക്ക് അതിൽ അവൈൽ ചെയ്യാനായിട്ടും സാധിക്കും. HSST സോഷ്യോളജി ജൂനിയറുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. HSST സ്റ്റാറ്റിസ്റ്റിക്സ്, അതാണ് അടുത്ത മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. HSST പൊളിറ്റിക്സ് ഒക്കെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. HSST ബോട്ടണിയും HSST സുവോളജിയും, ഇങ്ങനെയുള്ള 10 വിഷയങ്ങളിലേക്കാണ് പുതിയ സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസ് വരുന്നത്. ഇനി എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ PG + B.Ed + സെറ്റ്, അതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ, ഈ പർട്ടിക്കുലർ വിഷയത്തിൽ PG ഉണ്ടാവണം, അതിൽ B.Ed ഉണ്ടാവണം, അതിൽ സെറ്റ് ഉണ്ടാവണം. ഇത് ക്വാളിഫൈഡ് ആയിരിക്കണം. ഇതിന്റെ ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി സെറ്റിന് പകരം നിങ്ങൾക്ക് നെറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. B.Edന് പകരം അതിന് പകരം M.Ed ഒക്കെ അല്ലെങ്കിൽ PhD ഒക്കെ ഉള്ളവരെയും സെറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരം വിശദാംശങ്ങൾ പുതിയ നോട്ടിഫിക്കേഷൻസ്, സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസ് ഡിസംബർ 31-ന് വരുന്ന സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസും അപ്ഡേറ്റും തുടർന്നും ഇതേ ചാനലിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് 40 വയസ്സാണ് എന്ന് ഓർക്കുക. ജനറൽ കാറ്റഗറിക്ക് 40. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഏജ് ലിമിറ്റ് 40 ആയിരുന്നു. ഇത്തവണ അതിന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അത് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാം. എന്താണെങ്കിലും ജനറൽ കാറ്റഗറിക്ക് 40 ആണ്. SC ST OBC ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. എന്താണെങ്കിലും പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്, ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് വിവിധ PSC പരീക്ഷകൾ, പ്രത്യേകിച്ചും HSST ഒക്കെ ക്രാക്ക് ചെയ്ത് സർവീസിൽ കയറിയിട്ടുള്ളത്. നമ്മുടെ പഴയ കുട്ടികളായിട്ടുള്ള, പഴയ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് ഇപ്പോൾ ജോലി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെയും ആ കൂട്ടത്തിലേക്ക്, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒട്ടും വൈകണ്ട, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്രിസ്മസിൻ്റെയും ഒക്കെ അവധിയുടെയൊക്കെ ആഘോഷങ്ങളുടെയൊക്കെ തിരക്കിലാണ്. പക്ഷേ അങ്ങനെയല്ല. ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ ഇനിയും വരും. നമുക്ക് ജോലിയാണ് ഏറ്റവും അത്യാവശ്യം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ I+നൊപ്പം ജോയിൻ ചെയ്യുക. കൃത്യമായിട്ടൊരു ജോലി നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.